പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ എല്ലാവർക്കും നമസ്കാരം. ദീർഘവർഷങ്ങൾക്ക് ശേഷം 6ാം ക്ലാസ്സിൻ്റെ ഒരു പുതിയ പാഠപുസ്തകം, സംസ്കൃതം പാഠപുസ്തകം ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ 10 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ജീവനം മനോഹരം എന്നതാണ്. ആദ്യത്തെ പാഠം മധുരം രുചിരം എന്നതാണ്. ആ മധുരം രുചിരം എന്ന പാഠവുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു പുസ്തകമാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് അതിൻ്റെ ഉള്ളിലെ കണ്ടൻസ് ഒന്ന് നോക്കാം. കാണുവാൻ സാധിക്കും 4 യൂണിറ്റുകളിലായിട്ട് 10 പാഠങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിവിധ യൂണിറ്റുകളും അതിലുള്ള പാഠങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്നാൽ ആദ്യത്തെ യൂണിറ്റിൽ തന്നെ ചെറിയൊരു തെറ്റുണ്ട്. പേരിൽ ജീവനം മനോഹരം എന്നാണ് യൂണിറ്റിൻ്റെ പേര്. പുസ്തകത്തിൽ ജീവനം സുന്ദരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രിൻറ്റിങ്ങിൽ സംഭവിച്ച മിസ്റ്റേക്കാണെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് 1ാം യൂണിറ്റിൻ്റെ ആമുഖത്തിലേക്ക് കടക്കാം. യൂണിറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിക്കാൻ സാധിക്കും. സ്നേഹ, സാഹോദര്യം, ക്ഷമ, അനുകമ്പ, വിശ്വസ്തത, സഹായമനസ്കത ഇത്യാദയഃ സദ്ഗുണാഃ മാനവജീവനെ അത്യന്താപേക്ഷിതാഃ ഭവന്തി. അർത്ഥം: സ്നേഹം, സാഹോദര്യം, ബ്രദർഹുഡ്, ക്ഷമ, അനുകമ്പ, മറ്റുള്ളവരുടെ അലിവ്, അല്ലേ, വിശ്വസ്തത, സഹായമനസ്കത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, ഇത്യാദയഃ സദ്ഗുണഃ തുടങ്ങിയ സദ്ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ മാനവജീവനെ മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതാഃ ഭവന്തി, അത്യന്താപേക്ഷിതമാണ്, ഏറ്റവും ആവശ്യമായ കാര്യമെന്നർത്ഥം. ഗുണാൻ ഏതാൻ വിഹായ മാനവജീവനം അപൂർണം അസുന്ദരം ച ഭവേത്. ഈ ഗുണങ്ങൾ ഇല്ലാതെ മനുഷ്യജീവിതം അപൂർണവും സുന്ദരമില്ലാത്തതും ആയി മാറുന്നു. ഏതാനാം ധാർമ്മികമൂല്യാനാം സ്വാംശീകരണായ ശാസ്ത്രാനുഗുണജീവനായ ഏവം ജീവിത പുരോഗത്यै ച ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസഃ അവശ്യം സമാർജനീയോ ഭവേത്. ഇവിടെ പറയുകയാണ്, ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ സ്വാംശീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം അംശമാക്കി, തൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നർത്ഥം. തന്നിലേക്ക് വലിച്ചെടുക്കുക, ആവാഹിച്ചെടുക്കുക. ശാസ്ത്രാനുഗുണ ജീവനായ, അതുമാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങൾ സ്വാംശീകരിക്കുക മാത്രമല്ല, ശാസ്ത്രത്തിന് അനുഗുണമായ ജീവിതം, ഏവം ജീവിത പുരോഗത്യേച്ച, ജീവിത പുരോഗതിക്കും, ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസ, ഗുണത്തിൽ അധിഷ്ഠിതമായ, ഗുണങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം അവശ്യം സമാർജനീയോ ഭവേത്, തീർച്ചയായും നേടിയിരിക്കണം എന്നർത്ഥം. ഏതദർത്ഥം സഹായകാഃ മധുരം രുചിരം ആപതി മിത്രം മിത്രം ശാസ്ത്രകൗതുകം ചേതി ത്രയഃ പാഠാഃ ഏകകേ അസ്മിൻ സമായോചിതാഃ ഭവന്തി. ഈ യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ഇതിനൊക്കെ സഹായിക്കുന്ന, മേൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന 3 പാഠങ്ങൾ ഈ യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ യൂണിറ്റിൻ്റെ ആരംഭത്തിനായി കൊടുത്തിട്ടുള്ള ചിത്രം വളരെ മനോഹരമായൊരു കടലോര ദൃശ്യമാണ്. മനോഹരമായ തിരകൾ അടിച്ചു വരുന്നൊരു തീരപ്രദേശം. അവിടെ നാരീകേല വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സാഗരതീരം, തത്ര നാരീകേല വൃക്ഷാണി സന്തി, സുന്ദരം സമുദ്രതീരമസ്തി. 1ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. പ്രഥമഃ പാഠഃ മധുരം രുചിരം. പാഠത്തിൻ്റെ എന്താണ് അതിൻ്റെ ആമുഖം, പാഠത്തിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്കിവിടെ നോക്കാൻ പറ്റും. മഹതഃ സമൂഹസ്യ നിർമ്മാണായ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഏവ. മഹത്തരമായ സമൂഹത്തെ നിർമ്മിക്കുവാനായിട്ട് ധാർമ്മിക മൂല്യങ്ങൾ പരിപാലിക്കേണ്ടതുണ്ട്. അതഃ മാനവജീവനെ ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണം അവശ്യം ഭവതി. അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങളുടെ സ്വാംശീകരണം, ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വന്തം അംശമാക്കി മാറ്റുക, അത് തീർച്ചയായും വേണം. തദർത്ഥം സുഭാഷിതാനി മഹദുപകാരകാണി ഭവന്തി. ഈ ഒരാവശ്യത്തിന്, അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ സുഭാഷിതങ്ങൾ വലിയ ഉപകാരം ചെയ്യുന്നവയാണ്. താദൃശാനി 3 സുഭാഷിതാനി പാഠേ അസ്മിൻ പ്രതിപാദ്യന്തെ. അത്തരത്തിലുള്ള 3 സുഭാഷിതങ്ങളാണ് പാഠേ അസ്മിൻ, ഈ പാഠത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സുഭാഷിതങ്ങളൊന്ന് നോക്കാം. 1ാമത്തെ സുഭാഷിതം നോക്കൂ. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബല തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ എന്നാണ് സുഭാഷിതം. അതിൻ്റെ പദച്ഛേദം നോക്കാം.
തസ്മാത് ഐക്യം, തസ്മാത് അധികം ഐക്യം എന്ന് പിരിച്ച് എഴുതിയിരിക്കുന്നു. അന്വയം നോക്കാം. ഐക്യം സമാജസ്യ ബലം ഭവതി, ഐക്യമാണ് സമാജത്തിൻ്റെ ബലം. തദഭാവേ, ആ അഭാവത്തിൽ, അതിൻ്റെ അഭാവത്തിൽ, സഹ ആര്, സമാജഃ ദുർബലഃ ഭവതി, ദുർബലമാകുന്നു. തസ്മാത് അതിനാൽ, രാഷ്ട്രഹിതൈഷിണഃ ദൃഢം ഐക്യം പ്രശംസന്തി, അതിനാൽ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവർ ദൃഢം ഐക്യം പ്രശംസന്തി, ദൃഢമായ ഐക്യത്തെയാണ് പ്രശംസിക്കുന്നത്. അതായത് ദൃഢമായ ഐക്യമുണ്ടെങ്കിലാണ് ഒരു രാഷ്ട്രം നിലനിൽക്കുകയുള്ളൂ എന്ന് മഹാന്മാർ, രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരൊക്കെ അഭിപ്രായപ്പെടുന്നു. ഇനി നമുക്ക് മൊത്തത്തിലുള്ള അതിൻ്റെ അർത്ഥം, സാരാംശം നോക്കാം. സമൂഹസ്യ ബലം ഐക്യമത്യം ഭവതി, സമൂഹത്തിൻ്റെ ബലം എന്ന് പറയുന്നത് ഐക്യമത്യമാണ്, ഒരുമിച്ച് നിൽക്കലാണ്. തസ്യ അഭാവി സമാജഃ ദുർബലഃ ഭവതി, അതില്ലാതെ വരുമ്പോൾ സമൂഹം ദുർബലമായി തീരുന്നു. തസ്മാത് അതിനാൽ, രാഷ്ട്രഹിതം ഇച്ഛന്തഃ ജനാഃ ഐക്യം ധ്രുവം പ്രശംസന്തി, അതുകൊണ്ട് തന്നെ രാഷ്ട്രഹിതം ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഐക്യം ധ്രുവം പ്രശംസന്തി, ഐക്യത്തെ തീർച്ചയായും പ്രശംസിക്കും എന്നാണ് അർത്ഥം. ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഐക്യം വളരെ പ്രധാനപ്പെട്ടതെന്നാണ് ഈ സുഭാഷിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് അടുത്ത സുഭാഷിതത്തിലേക്ക് പോവാം. ന കശ്ചിദപി ജാനാതി കിം കസ്യ ശോ ഭവിഷ്യതി അതശ്വകരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. ന കശ്ചിദപി ജാനാതി കിം കസ്യ ശോ ഭവിഷ്യതി അതഃ സ്വഃ കരണീയാനി കുര്യാദ അദ്യൈവ ബുദ്ധിമാൻ എന്നാണ് സുഭാഷിതം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും അപ് ടു ഡേറ്റ് ആയിരിക്കണം, കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റായി ചെയ്യണം എന്ന പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. നാളെ എന്ത് നടക്കുമെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ട് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. പദച്ഛേദം നോക്കാം. കശ്ചിത് അഭി പിരിച്ചു എഴുതുമ്പോൾ കശ്ചിത് പ്ലസ് അഭി, അത് ചേർത്ത് എഴുതുമ്പോൾ ത് എന്നതിന് പകരം ദ വരുന്നു. കശ്ചിത് അഭി. ശോ ഭവിഷ്യതി, സ്വഹ ഭവിഷ്യതി എന്ന് പിരിച്ചു എഴുതുന്നു. കുര്യാത് അദ്യൈവ, ആദ്യം പറഞ്ഞ പോലെ കുര്യാത്ത് അദ്യ ഏവ, കുര്യാത് അദ്യൈവ എന്ന് പിരിച്ചു എഴുതുമ്പോൾ ത് എന്ന് വരുന്നു. ഓക്കെ, പാഠത്തിലെ ഇത്തരം വ്യാകരണ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് അന്വയം നോക്കാം. കിം കസ്യ സ്വഹ ഭവിഷ്യതി ഇതി കശ്ചിത് അഭി ന ജാനാതി, എന്താണ് കിം, എന്താണ്, കസ്യ ആർക്ക്, സ്വഹ നാളെ, ഭവിഷ്യതി സംഭവിക്കുന്നത് എന്ന്, ഇതി എന്നാൽ എന്ന്, കശ്ചിത് അഭി ന ജാനാതി ആർക്കും അറിയില്ല. അതഃ ബുദ്ധിമാൻ സ്വഹ കരണീയാനി, അതുകൊണ്ട് ബുദ്ധിമാന്മാർ നാളെ ചെയ്യേണ്ടത്, കാര്യാണി എന്ന് കൊടുത്തേണ്ട, അദ്യൈവ കുര്യാത് ഇന്ന് തന്നെ ചെയ്യണം. സാരാംശം പറയാണ്. ആഗാമിനി നിമേഷെ, ഇനിയുള്ള നിമിഷം, വരാൻ പോകുന്ന നിമിഷം, കിം ഭവിഷ്യതി ഇതി യഹ കോപി ന ജാനാതി, ഇനി വരാനുള്ള നിമിഷം എന്ത് സംഭവിക്കുന്നു ആർക്കും തന്നെ അറിയില്ല. അതഃ ബുദ്ധിമന്തഃ സമൂഹ ഹിതൈഷിണഃ, അതുകൊണ്ട് ബുദ്ധിമാന്മാരായ, സമൂഹത്തെ സ്നേഹിക്കുന്നവർ, സമൂഹ നന്മ ഇച്ഛിക്കുന്നവർ, സജ്ജനാഹ അങ്ങനെയുള്ള സജ്ജനങ്ങൾ, ശ്വസ്തന കാര്യേഷു അദ്യൈവ സജ്ജാഹ ഭവേഹു, നാളത്തെ കാര്യങ്ങളിൽ ഇന്ന് തന്നെ സജ്ജരായി ഇരിക്കുന്നു എന്നർത്ഥം. നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു കാര്യത്തെയും മാറ്റിവെക്കരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നാണ് ഈ സുഭാഷിതം കൊണ്ട് അർത്ഥമാക്കുന്ന വളരെ മനോഹരമായ അർത്ഥമുള്ളൊരു സുഭാഷിതം. അടുത്ത സുഭാഷിതം നോക്കാം. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ടാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ടാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സർവഃ സർവം ന ജാനാതി, എല്ലാവർക്കും എല്ലാം ഒന്നും അറിയില്ല. സർവജ്ഞോ നാസ്തി കശ്ചന, ആരും സർവജ്ഞരല്ല, എല്ലാം അറിയുന്നവരല്ല. ന ഏകത്ര പരിനിഷ്ടാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്, ഒരു സ്ഥലത്ത് ന ഏകത്ര, ഒരു സ്ഥലത്ത് ന ഇല്ല, എന്തില്ല, പരിനിഷ്ഠ, ഒരു സ്ഥലത്ത് ജ്ഞാനം കിട്ടുന്ന ഒരു പ്രത്യേക കേന്ദ്രം അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനമില്ല. ജ്ഞാനസ്യ പുരുഷേ ക്വചിത്, അറിവിന് വേണ്ടിയിട്ട് ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരാളോ ഒരു വ്യക്തിയോ അതുമാത്രമായിട്ടില്ല, അറിവ് എല്ലായിടത്തു നിന്നും ആർജിച്ചെടുക്കേണ്ടതാണ്, ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടതാണ്. അല്ലാതെ ഒരാളിലോ ഒരു സ്ഥലത്തോ ഒരു കേന്ദ്രത്തിലോ അറിവ് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല, അറിവ് പരിമിതമല്ല എന്നാണ് അർത്ഥം. നമുക്ക് ഈ സുഭാഷിതത്തിൻ്റെ പദച്ഛേദങ്ങൾ നോക്കാം. നാസ്തി എന്നത് പിരിച്ചെഴുതുമ്പോൾ ന പ്ലസ് അസ്തി, ന പ്ലസ് ആയാണല്ലോ ന, വീണ്ടും ഒരു അ, അതായത് രണ്ട് ആ ചേർന്ന് വരുമ്പോൾ അതിന് ദീർഘം വരും, നാസ്തി എന്ന് വരുന്നു.
പരിനിഷ്ഠാസ്തി, പരിനിഷ്ഠ പ്ലസ് അസ്തി. അടുത്തത് നൈഗത്ര, ന പ്ലസ് ഏകത്രയാണ് നൈഗത്ര. ആയും എയും വരുമ്പോൾ ഒരുമിച്ച് ഐ, നൈഗത്ര എന്ന് വരുന്നു. വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. സർവജ്ഞ, സർവം ജാനാതി ഇതി, എല്ലാം അറിയുന്നത് ആരോ അത് എന്നുള്ള അർത്ഥത്തിലാണ്, എല്ലാം അറിയുന്നത് എന്നർത്ഥത്തിലാണ്. അന്വയ, സർവം സർവം ന ജാനാതി, എല്ലാവരും എല്ലാം അറിയുന്നില്ല. കശ്ചന സർവജ്ഞ നാസ്തി, എന്താണ്, ആരും സർവജ്ഞരായില്ല. ജ്ഞാനസ്യ ഏകത്ര ക്വചിത് പുരുഷേ വാ പരിനിഷ്ഠ നാസ്തി, ജ്ഞാനത്തിന് ഒരു സ്ഥലത്ത് ഒരുമിച്ച് ക്വചിത് പുരുഷേ, ഏതെങ്കിലും ഒരു പുരുഷനിലോ, വാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ എന്നുള്ള അർത്ഥത്തിലാണ് ഇംഗ്ലീഷിലെ. പരിനിഷ്ഠ നാസ്തി, എന്താണ്, അവിടെ അങ്ങനെ എന്താണ് ഒരു വാസം അല്ലെങ്കിൽ കൃത്യമായൊരു കേന്ദ്രം, ഒരു സ്ഥാനമില്ലെന്നർത്ഥം. അറിവ് ഒരു വ്യക്തിയിലോ ഒരു സ്ഥാനത്തിലോ പരിമിതപ്പെടുന്നതല്ല എന്നാണ് അന്വയവും വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് സാരാംശം, മൊത്തത്തിലുള്ളൊരു അർത്ഥം നോക്കാം. സർവം, സർവഹ സർവയ ജനാഹ, സർവഹ എല്ലാ ജനങ്ങളും. സർവം വസ്തു തത്വം ന ജാനാതി, എല്ലാ വസ്തുക്കളുടെയും തത്വം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. തഥൈവ, അതുപോലെ തന്നെ കശ്ചന പുമാനബി, ഏതെങ്കിലും ഒരു പുരുഷനോ സർവജ്ഞ ന ഭവതി, സർവജ്ഞനല്ല, എല്ലാം അറിയുന്നവനല്ല. യതഃ ജ്ഞാനസ്യ സ്ഥിതി, ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ സ്ഥിതി, അറിവിൻ്റെ സ്ഥിതി, ഏകത്ര സഭായാം വാ ദേശേവ, ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു സംഘത്തിനിടയിലോ, തഥാ കസ്മിൻശ്ചിത് പുരുഷേവ, ഏതെങ്കിലും ഒരു വ്യക്തിയിലോ, ന വർത്തതെ, അങ്ങനെ ഒന്നും എന്താണ് ഒരു വസ്തുവിലോ അല്ലെങ്കിൽ ഒരു പുരുഷനിലോ ഒരു സ്ഥാനത്തോ ഒന്നും അറിവിനെ തളച്ചിടുവാൻ നമുക്ക് സാധിക്കില്ല. അത് അറിവെന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും നമ്മൾ നേടിയെടുക്കേണ്ടതാണ് അറിവെന്നാണ് മൊത്തത്തിലുള്ളൊരു അർത്ഥം. പഠന പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിക്കുകയാണ്. ഉച്ചൈഹി വദതു എന്നാണ് ആ പ്രവർത്തനം, ഉറക്കെ വായിക്കാനാണ്. ത്രിചക്രിക, ഓട്ടോറിക്ഷയ്ക്ക് പറയുന്ന പേര് ത്രിചക്രിക. നൗക, നൗക. അടുത്ത് അച, വീണ, ലേഖനി, മഹിഷി. അപ്പോൾ എന്തൊക്കെയാണ്? ഓട്ടോറിക്ഷയുണ്ട്, ബോട്ടുണ്ട്, ആടുണ്ട്, പെണ്ണാടാണ്, വീണയുണ്ട്, പേനയുണ്ട്, മഹിഷി. മഹിഷഹ പോത്ത്, മഹിഷി എന്ന് വെച്ചാൽ എരുമയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം സ്ത്രീലിംഗ പദങ്ങളാണ്. ഈ പാഠത്തിലെ എല്ലാ വാക്കുകളും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഈ ഉച്ചത്തിൽ വായിക്കാനുള്ളതൊക്കെ സ്ത്രീലിംഗ വാക്കുകളാണെന്ന് മറക്കണ്ട. അതാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ വാക്കുകൾ ഉറക്കെ വായിച്ചു കൊടുത്തും ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ടും, ലേഖനി മാത്രമാണ് നമുക്ക് ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ പറ്റാത്തുള്ളൂ, ബാക്കിയെല്ലാം ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കാൻ പറ്റുന്ന ഓഡിയോ സഹിതം കാണിക്കാൻ പറ്റുന്നവയാണ്. അത്തരത്തിലൊക്കെ നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒന്നാമത്തെ പ്രവർത്തനം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത പ്രവർത്തനം തൊട്ടടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നന്നായിട്ട് പഠിക്കുക. സംശയങ്ങളുള്ളതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതിയ അധ്യയന വർഷം, നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു.